സാങ്കേതിക സർവകലാശാലയിൽ വിസിയായി ചുമതലയേൽക്കാനെത്തിയ സിസ തോമസിന് രജിസ്റ്ററിൽ ഒപ്പുവെക്കാനായില്ല. ജോയിനിംഗ് രജിസ്റ്റർ ലഭിക്കാതിരുന്നതോടെ പേപ്പറിൽ ജോയിനിംഗ് റിക്വസ്റ്റ് എഴുതിയാണ് ചുമതല ഏറ്റെടുത്തത്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ ജീവനക്കാരുടെ സഹകരണം വേണം എന്ന് സിസ തോമസ് പറയുകയുണ്ടായി. അത് ആ സഹകരണം ലഭിച്ചില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? എങ്ങനെയാണ് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തത്? രഞ്ജിത്ത്, സർവകലാശാലയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അസാധാരണമായ സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയിൽ അസാധാരണ നടപടിയാണ് ഇപ്പോൾ VC കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് പുതിയ VCക്ക് ചുമതല ഏറ്റെടുക്കാൻ ജോയിനിംഗ് രജിസ്റ്റർ നൽകിയില്ല. ഇതേ തുടർന്ന് ചാൻസലറുടെ ഉത്തരവനുസരിച്ച് ചുമതല ഏറ്റെടുത്തു. പക്ഷേ ജോയിന്റ് രജിസ്റ്റർ ലഭിക്കാതിരുന്നതോടെ പേപ്പറിൽ ജോയിന്റ് റിക്വസ്റ്റ് എഴുതിയാണ് ചുമതല ഏറ്റെടുത്തത്. ഈ വിവരം ഗവർണറുടെ ഓഫീസിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. അതായത് ഇമെയിൽ മുഖേന ഇത്തരത്തിൽ ജോയിൻ ചെയ്തു എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അല്പസമയത്തിന് മുമ്പ് VC പറഞ്ഞത്. ഒപ്പം തന്നെ ഈ പ്രതിഷേധിച്ച ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ പ്രതിഷേധം കണക്കിലെടുത്ത് VC ഗവർണർക്ക് റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് VC കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് അവർ പറഞ്ഞിരുന്നത്, അതായത് വരും ദിവസങ്ങളിൽ ഇവരുടെ പിന്തുണയുണ്ട് എങ്കിൽ മാത്രമേ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒപ്പം തന്നെ ഉറച്ചു നിൽക്കാതെ മുന്നോട്ട് ജോയിൻ ചെയ്ത് വലിയ പ്രതിഷേധത്തിനൊടുവിൽ തന്നെയാണ് ഈ സർവകലാശാലയ്ക്ക് അകത്തേക്ക് VC കടന്നു വരികയും ചെയ്ത് ഈ കവാടത്തിന് വെളിയിൽ SFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് മറികടന്ന് പോലീസ് വിന്യാസത്തോടു കൂടി, വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് ഈ ജീവനക്കാരും അകത്ത് വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. തുടർന്ന് VCയെ വലിയ പ്രയാസപ്പെട്ട് തന്നെയാണ് VCയുടെ ഔദ്യോഗിക റൂമിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് അവിടെയും അതിന് പുറത്തിപ്പോഴും വലിയ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു. ഇവിടെ ഈ പ്രവർത്തകരും ഒപ്പം തന്നെ ജീവനക്കാരെല്ലാം തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ യാതൊരു കാരണവശാലും VCയെ ചുമതലയിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അത്തരത്തിൽ CPM ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കുകയും ഒപ്പം തന്നെ പ്രക്ഷോഭ പരിപാടികളിലേക്കൊക്കെ കടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം ഇടതുപക്ഷ അനുകൂല സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളടക്കം ഇപ്പോൾ VCക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്ന കാര്യം വളരെ അസാധാരണമായ നടപടി തന്നെയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സാധാരണഗതിയിൽ ഒരു രജിസ്ട്രാറുടെ മുഖേനയാണ് ഇത്തരത്തിൽ നടപടി കൈക്കൊണ്ട് ഒപ്പം തന്നെ അത് ചുമതല ഏറ്റെടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു നടപടിക്രമം ഇവിടെ നടക്കാൻ സാധിച്ചില്ല. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇവരാരും അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോമസ് ഏതായാലും VCയായി ചുമതലയേറ്റു. സാങ്കേതികമായ നടപടിക്രമങ്ങളിലൂടെ VC സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.